വളരെ സിമ്പിൾ ആയിട്ടേ ചേച്ചിക്ക് ഒരു സംഗതി പഠിപ്പിച്ചു തരും. ഭയങ്കര സിമ്പിളാണ്. ഭയങ്കര സിമ്പിൾ ആണ്. സോറി, ഭയങ്കര ടഫാണോ? ലൈൻ കട്ട്. കഴിഞ്ഞ ടോപ്പ് സിംഗറിന്റെ സീസണിൽ അവളുടെ കൂട്ടുകാരൻ പാടിക്കഴിഞ്ഞപ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ ഒരു കുട്ടി സുന്ദരി കൂട്ടുകാരിയുണ്ട്. കൺമണി പൂവേ കണ്ണാടി പൂവേ കണി പൂവേ. ആ കൂട്ടുകാരിയാണ് ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത്. കിളിപ്പൂമകളെ നീ അലിയും പൂന്തണലാണ്. നിങ്ങൾ എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയത്? ബെസ്റ്റ് ഫ്രണ്ട്സ് ആയത് ആദ്യം ഒന്നും ടോപ്പ് സിംഗറിൽ പോയ ടൈമിൽ അധികം വേണ്ടതില്ലായിരുന്നു. ഭയങ്കര ജാടയാന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിച്ചത്. പക്ഷെ പിന്നെ ഇങ്ങനെ ഫ്രണ്ട്ലി ആയി. അപ്പൊ അവൻ പാടി കഴിഞ്ഞപ്പോ എന്തായിരുന്നു ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് അവിടെ നിന്ന് ദിലീപങ്ങൾ വരെ കരഞ്ഞു അല്ലേ? പച്ചപ്പവിഴ വർണ്ണക്കുടനി വരും ആവണിത്തിരുവിഴ ചെല്ലത്തമിഴിലുത്തിരയുണരും ആയിരം പുതുനിറം എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി. ദേവതീർത്തായിട്ടേ അടിയൊക്കെ കൂടുമായിരുന്നോ? ആ, ഫുൾ ടൈം അടിയായിരുന്നു. എന്തിനൊക്കെ അടി കൂടുന്നത്? എന്തിനൊക്കെ പുളി വാരി എറിയോ, പുളിയില വാരി എറിയോ, അങ്ങനെ ഓരോന്നിനും അടി ഉണ്ടാക്കുന്നുണ്ട്. ഈ സോങ് എടുത്താ നീ പാടിയാ നല്ലതായിരിക്കും. അമ്മയാണോ അച്ഛനാണോ ആരെ പറയുന്നേ? അമ്മയും അച്ഛന് ഇഷ്ടമുള്ള കുറെ പാട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പറയും ഈ പാട്ട് പാടിയ നല്ലോണം നല്ല ഭംഗിയുണ്ടാവും, ഇതൊന്ന് കൊടുത്തു നോക്ക് എന്നൊക്കെ പറയും. എനിക്ക് അർജുന കുട്ടിയാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അടുത്തിരുന്നൊരു പാട്ട് കേൾക്കാൻ വേണ്ടിട്ട്. കൃഷ്ണ ഗിരിധര ഗോപകുമാര കൃഷ്ണ Krishna Leela, Joy Alucas, world's favorite jeweler. ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ഷോ. ദിസ് ഇസ് മീ കാജൽ റിഷാദ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യൂട്ട് സിംഗറാണ്. കഴിഞ്ഞ ടോപ്പ് സിംഗറിന്റെ സീസണിൽ അവളുടെ കൂട്ടുകാരൻ പാടിക്കഴിഞ്ഞപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ ഒരു കുട്ടി സുന്ദരി കൂട്ടുകാരിയുണ്ട്. ആ കൂട്ടുകാരിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അർജിത് കുട്ടി, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. എനിക്ക് അർജിത കുട്ടി എന്ന് വിളിക്കണേലും ഇഷ്ടം കുഞ്ചി എന്ന് വിളിക്കുന്ന. അങ്ങനെ വിളിക്കട്ടെ? വിളിച്ചോ. ആരാ പേരിട്ടെ? എം ജി അങ്കിള്. അപ്പൊ എനിക്ക് അർജിത കുട്ടി എന്ന് വിളിക്കണേലും എളുപ്പം എനിക്ക് കുഞ്ചി എന്ന് വിളിക്കാനല്ലേ. അർജിത കുട്ടി എന്നുള്ള പേര് ആരായിട്ടെ? അർജിത കുട്ടി എന്നുള്ളത് എന്നെ വീട്ടിലൊക്കെ വിളിക്കുന്നത് അമ്മ വീട്ടുകാർ ആർജിന്ന് വിളിക്കും, അച്ഛൻ വീട്ടുകാർ ജിത്തുമോളെന്ന് വിളിക്കും. ജിത്തുമോളെന്ന്. അർജിത കുട്ടീന്ന് ഞാൻ ടോപ്പ് സിംഗറിൽ പോയപ്പോ ആയ പേര്. ഞങ്ങക്ക് ശരിക്കും കുഞ്ചിനെയും ദേവതീർത്തിനെയും ഒരുമിച്ച് കൊണ്ടുവരണം എന്നായിരുന്നു. വിളിക്കാറുണ്ടോ? ഓ, വിളിക്കാറുണ്ട്. നിങ്ങൾ എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയത്? ബെസ്റ്റ് ഫ്രണ്ട്സ് ആയത് ആദ്യം ഒന്നും ടോപ്പ് സിംഗറിൽ പോയ ടൈമിൽ അധികം വേണ്ടതില്ലായിരുന്നു. ഭയങ്കര ജാടയാന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിച്ചത്. പക്ഷെ പിന്നെ ഇങ്ങനെ ഫ്രണ്ട്ലി ആയി. അങ്ങനെ ഫ്രണ്ട്ലി ആയി. എന്ത് പറ്റി അന്ന് പാടിയപ്പം? കുഞ്ചി പലയിടത്തും പറഞ്ഞു, കുറെ 2-3 ഇന്റർവ്യൂ ഒക്കെ ചേച്ചി കണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒന്നുകൂടി പറയാവോ, അന്ന് എന്തേ പറ്റി അങ്ങനെ കരയാനായിട്ട്? പാടിയപ്പോ ഫസ്റ്റ് പാട്ട് തെറ്റിയല്ലോ, അപ്പം അടുത്ത കേറേണ്ട ആള് ഞാനാണ്. അപ്പൊ അവൻ പാടി തെറ്റി, അവൻ ബാക്കിൽ പോയി കരയായിരുന്നു. അപ്പൊ സെക്കൻഡ് പാട്ടിൽ ഞാൻ പാടിക്കഴിഞ്ഞ ഫസ്റ്റ് ഞാനാ പാടിയ സെക്കൻഡ് പാട്, എന്നിട്ട് അവനായിരുന്നു ഏറ്റവും ലാസ്റ്റ് പാടുന്നത്. അപ്പൊ അങ്ങനെ പോണെന്ന് തോന്നിയപ്പോ പോയി. അങ്ങനെ പോണെന്ന് തോന്നിയപ്പോ പോയി. അപ്പൊ അവൻ പാടി കഴിഞ്ഞപ്പോ എന്തായിരുന്നു ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് ഭയങ്കര എന്താ പറയാ, എനിക്കൊക്കെ കണ്ടപ്പോ ശരിക്കും പറഞ്ഞ ഭയങ്കര സങ്കടം തോന്നി. എല്ലാരും എന്താ പറഞ്ഞേ? എല്ലാരും കരയിപ്പിച്ചറിഞ്ഞല്ലോ. അവിടെ ഇരുന്ന് ദിലീപങ്ങൾ വരെ കരഞ്ഞു അല്ലേ? ഭയങ്കര നല്ലൊരു എന്താ പറയാ, ആ ഫിനാലെ നിങ്ങളാ കൊണ്ടുപോയത് അല്ലേ? അങ്ങനെ തോന്നിയില്ലേ? അപ്പൊ ഇപ്പൊ സ്കൂളിലൊക്കെ പോയി തുടങ്ങി. എങ്ങനെയുണ്ട് സ്കൂളിലൊക്കെ പോയിട്ട്? സ്കൂളിലൊക്കെ അടിപൊളി ജേണി ആയിട്ട് തോന്നുന്നു. എങ്ങനെ ഇപ്പൊ ഈ ടോപ്പ് സിംഗറിൽ നിന്നൊക്കെ ഇപ്പൊ ചെന്നല്ലോ സ്കൂളിലേക്ക്, അപ്പൊ എല്ലാരും കാണുമ്പോ എന്താ പറയുന്നേ? കാണുമ്പോ കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ടീച്ചേഴ്സോ? ഓ, ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ട്. ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th. ഓക്കെ. അപ്പൊ കഴിഞ്ഞല്ലോ ഇപ്പൊ ടോപ്പ് സിംഗറിന്റെ സമയത്തൊക്കെ എങ്ങനെയാ ക്ലാസ് ഒക്കെ പോയത്? ക്ലാസ്സിലൊന്നും പോയില്ല, പകുതിയൊന്നും പോയില്ല. 1-2 മാസേ പോയുള്ളൂ. 1-2 മാസേ പോയുള്ളൂ.
ഇപ്പൊ ഇനിയിപ്പോ പോയി തുടങ്ങി. ഇപ്പൊ കൊറേ ഷോ ഒക്കെ ഇല്ലേ ഉണ്ട്. ഇക്കൊല്ലം ഇപ്പം കൊറേ ക്ലാസ് ഒക്കെ പോകും. അതൊക്കെ പഠിത്തവും ഇതും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റുണ്ടോ? ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് പെട്ടെന്ന് ടോപ്പ് സിംഗറിന് വന്ന് പഠിക്കാനൊന്നും പറ്റത്തില്ല എന്നാണ്. പക്ഷെ ഇപ്പൊ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ആണോ? ടോപ്പ് സിംഗർ മിസ് ചെയ്യണ്ടോ ഇപ്പൊ? മിസ് ചെയ്യുന്നുണ്ട്. ആരെയൊക്കെ മിസ് ചെയ്യുന്നയാള്? ദേവനെ മിസ് ചെയ്യുന്നുണ്ട്, പിന്നെ സൈബ ചേച്ചിയെ മിസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വിന്നർ ശിവശങ്കറിനെ മിസ് ചെയ്യുന്നുണ്ട്. എല്ലാരെയും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടോ ടോപ്പ് സിംഗർ ഇപ്പൊ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചായില്ലേ? കണ്ടോ പിന്നെ എല്ലാരെയും? കഴിഞ്ഞിട്ട് ഞങ്ങള് ഗ്രൂപ്പ് കോൾ ഒക്കെ ചെയ്യാറുണ്ട്. കഴിഞ്ഞിട്ട് അന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അന്ന് കണ്ടു. ഇനിയിപ്പോ ഇടയ്ക്ക് ഷോയ്ക്കൊക്കെ വരുമ്പം എല്ലാരും കൂടി കൂടും അല്ലേ? ഇപ്പൊ എങ്ങനെ പോകുന്നു? എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ആ ഷോയുടെ സമയത്തൊക്കെ ഇപ്പൊ ഒരു കൊല്ലത്തോളം നിങ്ങൾ ഐസ്ക്രീമും ചോക്ലേറ്റും ഒന്നും കഴിക്കണ്ടായിരുന്നില്ല എന്നൊക്കെ കേട്ടായിരുന്നു ചേച്ചി. എങ്ങനെ പിടിച്ചു നിന്ന് ഈ കൊതിയൊക്കെ? കൊതിന്ന് വെക്കുമ്പോ എന്റെ അനിയനൊക്കെ എന്റെ മുമ്പിന്ന് കഴിക്കും. പക്ഷെ പിന്നെ കഴിക്കാതെ വലിയ ഇഷ്ടമില്ലാണ്ടായി, അങ്ങ് ശീലായി. അപ്പൊ ഇടയ്ക്ക് ആരും കാണാണ്ട് കഴിച്ചിട്ടുണ്ടാ? ഇല്ല അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. ഇല്ല. അന്ന് ടോപ്പ് സിംഗറിന് തന്നെ അന്നൊരു വിഷുടെ ഒരു ഇതുണ്ടായിരുന്നു, ഷൂട്ട് ഉണ്ടായിരുന്നു. അന്ന് MG അങ്കിള് വലിയ ഐസ്ക്രീം വണ്ടിയൊക്കെ വരുത്തി വാങ്ങിച്ചിരുന്നായിരുന്നു. ഓ, MG അങ്കിള് വാങ്ങി തന്നു. ഓ, ജഡ്ജസിൽ ആരെയും ഏറ്റവും ഇഷ്ടം? ജഡ്ജസിൽ എല്ലാരും ഇഷ്ടാ, പക്ഷെ ഒരു പൊടിക്ക് ഇഷ്ടം കൂടുതൽ MG അങ്കിളിനോടാണ്. മീനാക്ഷി ചേച്ചിക്ക് സെറിലാക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന മധു അങ്കിളാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ കുഞ്ചിക്ക് എന്തെങ്കിലും ഒക്കെ ആരെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടാ? എനിക്കോ? എനിക്ക് ഒരു ദിവസം അങ്കിള് മിഠായി തന്നായിരുന്നു. അപ്പൊ ഈ എന്നോട്ടാ കുഞ്ചി പാട്ടൊക്കെ പാടി തുടങ്ങി? ഞാനൊരു 5-6 വയസ്സായപ്പോഴാണ് പാട്ടൊക്കെ പാടാൻ തുടങ്ങി. വീട്ടിലാരാ പാടുന്നു? വീട്ടില് അച്ഛൻ പാടും. അച്ഛൻ പാടൂ? കുഞ്ചിക്ക് ഇപ്പം കുഞ്ചിപ്പൊ ഇത്രയും ടോപ്പ് സിംഗറിൽ കുറേ പാട്ട് പാടിയില്ലേ? ഏത് പാട്ടാ കുഞ്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? എനിക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാ പാട്ടും ഇഷ്ടാ. പക്ഷെ ചില പാട്ടുകൾ പാടുന്ന ടൈമില് അത് നമുക്ക് അറിയുന്ന പാട്ടായിരിക്കും, അപ്പൊ ആ പാട്ടിനോട് ഒരു കൂടുതൽ ഇഷ്ടം. അതാവുമ്പോ പെട്ടെന്ന് പഠിച്ചിട്ട് അത് പെട്ടെന്നൊക്കെ പഠിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്, ഇത്രയും പാട്ടൊക്കെ ഇത്രയും ലിറിക്സ് ഒക്കെ ഓർത്ത് വെക്കണ്ടേ, എങ്ങനെ പറ്റുന്നു? ചില ടൈമില് ഒരാഴ്ചയൊക്കെ ടൈം കിട്ടും, ചില ടൈമില് 2-3 ദിവസമൊക്കെ കിട്ടത്തുള്ളൂ. 2-3 ദിവസമേ കിട്ടത്തുള്ളൂ. പഠിക്കും? പഠിക്കും. ഇഷ്ടമായോണ്ട് അങ്ങ് പഠിക്കും അല്ലേ? പിന്നെ ഗ്രൂമേഴ്സ് ഹെൽപ്പ് ചെയ്യും കുറെയൊക്കെ. അച്ഛനാണോ അമ്മയാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട്? അച്ഛനും അമ്മയും സപ്പോർട്ടാണ്. അപ്പൊ എങ്ങനെ ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നില്ലേ? അറിയുന്നുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ വരാറുണ്ടോ? എന്ത് സന്തോഷാണ് അപ്പൊ? സന്തോഷം. ഓക്കെ. അപ്പൊ ഇപ്പം ടോപ്പ് സിംഗറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഇത്രയും ദിവസമായല്ലോ. അപ്പം എന്നാ ഇനിയിപ്പോ കുറേ അധികം ഷോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പഠിത്തവും ഈ ഷോയും ഇതൊക്കെ കൂടി എങ്ങനെ കൊണ്ടുപോകാനാ പ്ലാൻ? ഞാനിപ്പോ ഓരോരോ പ്രോഗ്രാമിന് പോയി കഴിയുമ്പോഴും അന്ന് തന്നെ ഓരോരോ നോട്ട്സ് ഒക്കെ ഫ്രണ്ട്സിന്റെ അടുത്ത് അയച്ചു തരുമോ? എന്നിട്ട് ഞാൻ അന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പഠിച്ചേക്കും. സിമ്പിൾ ആണല്ലോ. കുരുത്തം കെട്ടവനെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടാഗ് നമ്മുടെ ദേവതീർത്തിനുണ്ടല്ലോ, അങ്ങനെ കുഞ്ചിക്ക് എന്തെങ്കിലും ഉണ്ടാ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. വയ്യത്തിനില്ല. അങ്ങനെയൊന്നുമില്ല. കുഞ്ചൊരു പാട്ട് പാടാവോ? ഞാൻ തുടക്കത്തിൽ പാടിക്കണം എന്ന് ഓർത്തതാ, എന്നാലും ഒരു പാട്ട്. ഏത് പാട്ട് ഇഷ്ടം? ഏത് ടോപ്പ് സിംഗറിൽ പാടിക്കണതില് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടും? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനും ദേവദർശൻ കൂടെ ഒരു ഡ്യുവറ്റ് പാടിയായിരുന്നു. ഏതായിരുന്നു അത്? മഴവിൽ കൊതുമ്പിലെ. പുതുലോകം ചാരേ കാണൂ നിൻ ചന്തം വിരിയുമ്പോ അനുരാഗം പൊന്നായി ചിന്നി നിന്നഴകിൽ തഴുകുമ്പോ താലിപ്പേലി പൊരുന്തൊരെ മുത്തക്കുട നീർത്തിൻ്റെ രാഗസീമയിൽ അല്ലിമലർക്കാവിൻ മുന്നിൽ തങ്കത്തിടം വീഴും നള്ളും മോഹസന്ധ്യയിൽ മഴവിൽ കൊതുമ്പിലേറി വന്ന പെണ്ണിലാക്കിളി.
എനിക്ക് അർജുന കുട്ടിയാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അർജുന അടുത്തിരുന്നൊരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം അർജുന കുട്ടി പാടിയതില് ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു പാട്ട് ഏതാ ഉള്ളത്? ഞാൻ ഫിനാലയ്ക്ക് പാടിയൊരു പാട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യമേ ആ പാട്ട് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഏതോ മറ്റേ ഘനശ്യാമ മോഹനകൃഷ്ണൻ. അത് നല്ല പാട്ടായിരുന്നു. അതും കൂടെ ഒന്ന് പാടുവോ? ഘനശ്യാമ മോഹന കൃഷ്ണ ഗിരിധര ഗോപകുമാര കൃഷ്ണ ഗിരിധര ഗോപകുമാര താമസമിണ്ടേ താമര നയന തുളസി മാലയണിയാ താമസമിണ്ടേ താമര നയന തുളസി മാലയണിയാ മുകളിത രജനി കുഞ്ച കൊടിയരേ മുരളി മധുമഴ ചൊരിയാൻ ഹേ ഘനശ്യാമ മോഹന കൃഷ്ണ ഗിരിധര ഗോപകുമാര. അയച്ചോടാ, ഭയങ്കര ഇഷ്ടായിട്ടോ. അയ്യോ, അപ്പൊ നിങ്ങള് ഇപ്പം അവിടെ ഡ്യുവറ്റ് റൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ കൂടെ പാടിയിട്ടുള്ളത് ആരായിട്ടാ? കൂടെ പാടിയിട്ട് അവിടെ ഡ്യുവറ്റ് റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ആകെ 3 ഡ്യുവറ്റ് സോങ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതില് ഒന്ന് സീനിയേഴ്സ് ഡ്യുവറ്റ് റൗണ്ട് ആണ്. പിന്നെ അന്ന് ഞാൻ പാടിയത് നമ്മുടെ ദേവദർശിന്റെ കൂടെ, പിന്നെ സൂര്യഗായത്രിന്റെ കൂടെ 2 ഡ്യുവറ്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ദേവതീർത്തായിട്ടേ അടിയൊക്കെ കൂടുമായിരുന്നോ? ഫുൾ ടൈം അടിയായിരുന്നു. എന്തിനൊക്കെ അടി കൂടുന്നത്? എന്തിനൊക്കെ പുളി വാരി എറിയോ, പുളിയില് വാരി എറിയോ, അങ്ങനെ ഓരോന്നിനും അടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ഇപ്പൊ ടോപ്പ് സിംഗർ പോയി നിന്നപ്പോ സ്കൂള് മിസ് ചെയ്തു. പിന്നെ ടീച്ചേഴ്സിനെ മിസ് ചെയ്തു, ഫ്രണ്ട്സിനെ മിസ് ചെയ്തു. കൂടുതൽ പേടി എന്താ ടച്ച് കിട്ടോ എന്നുള്ള. അപ്പൊ നിങ്ങൾ എങ്ങനെയാ റിഹേഴ്സൽ ഒക്കെ അവിടെ ചെന്നിട്ട് ചെയ്യുന്നേ? എവിടെ? അവിടെ ടോപ്പ് സിംഗർ ചെല്ലുമ്പോ? ടോപ്പ് സിംഗറിൽ 2 ദിവസം മുമ്പേ റിഹേഴ്സൽ ഇട്ടു. ഓർക്കസ്ട്ര നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് റിഹേഴ്സൽ ഫുൾ ആയിട്ടുണ്ട്. അപ്പം ഇവര് ജഡ്ജസ് ഉണ്ടാവോ അതോ നിങ്ങൾ തന്നെയാണോ? ഏറ്റവും കൂടുതൽ എന്താ പറയാ ജഡ്ജസ് പറഞ്ഞു തന്നിട്ടുണ്ടോ ഇങ്ങനെ പാടിയാൽ നല്ലതാണെന്ന്? റിഹേഴ്സലിന്റെ ടൈമിലൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? റിഹേഴ്സലിന്റെ ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചില ടൈമില്, അഥവാ എനിക്ക് അങ്ങനെയാണ് ഒരു അനുഭവം ഉണ്ടായത്. ഞാൻ വെച്ച് കഴിഞ്ഞാല് എനിക്ക് അധികം ഹൈ ആവാറ് ആ ടൈമിലൊക്കെ. അതെനിക്ക് അങ്ങനെ ബേസ് പോകില്ലായിരുന്നു. പിന്നെ ഇപ്പം ടോപ്പ് സിംഗറിൽ പോയി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അങ്ങനെ ബേസ് ഒക്കെ കിട്ടി. ശരിക്കും ടോപ്പ് സിംഗറിൽ വന്നിട്ടാണോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നല്ല അതായത് പാടാനുള്ള ഇങ്ങനെ പഠിപ്പിച്ചൊക്കെ തന്നത് ടോപ്പ് സിംഗർ വഴിയാണോ? ഗ്രൂമേഴ്സ് ആണ് എന്നെ കുറെ, പിന്നെ ജഡ്ജസും നമ്മൾ തെറ്റുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. ഇപ്പൊ അവിടെ ഉണ്ടായ എന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടോ? രസകരമായിട്ട് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്റെ ബർത്ത്ഡേ എനിക്ക് ടോപ്പ് സിംഗറിൽ വെച്ചിട്ടാ എന്റെ 11th ബർത്ത്ഡേ ഞാൻ സെലിബ്രേറ്റ് ചെയ്തു. അന്ന് കേക്കൊക്കെ മുറിച്ചു? കേക്കൊക്കെ മുറിച്ചു. എല്ലാ കണ്ടസ്റ്റൻസിനും എന്തൊക്കെ ഗിഫ്റ്റ് ഒക്കെ വിളിച്ചു. കുറേ ഗിഫ്റ്റ് കിട്ടിയോ? ജഡ്ജസ് ഒക്കെ തന്നില്ലേ? അപ്പൊ അതാ ഞാൻ ചോദിച്ചേ, മീനാക്ഷി ചേച്ചിക്ക് കുറെ മറ്റേ സെർലാക്കും കുനാഫയൊക്കെ ഇവര് വാങ്ങിച്ചു കൊടുക്കുന്നത് ലാസ്റ്റ് ഇന്റർവ്യൂ കണ്ടായിരുന്നോ മീനാക്ഷി ചേച്ചിയുടെ? റീൽസ് ആയിട്ട് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ചോക്ലേറ്റ് ഒന്നും കൊടുക്കുന്നത് കണ്ടില്ല. ആണോ? ഓക്കെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ കുറച്ച് പേരുടെ പേര് പറയാം. അപ്പൊ അവരുടെ എന്തെങ്കിലും അതായത് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള കുഞ്ചിക്ക് തോന്നുന്ന ഒരു മെമ്മറി അവരെ കുറിച്ചൊന്ന് പറയാവോ? ഓക്കെ. ബിന്യാൻഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്ത് പറഞ്ഞാലും ഫസ്റ്റ് തന്നെ ആ ചക്കര എന്നുള്ള വിളിയില്ല. പിന്നെ ബിന്യാൻഡി കുറെ രാഗങ്ങള് പറഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മളെ പാട്ടിന്റെ ക്ലാസിക്കല് അങ്ങനെ ഓരോന്ന് പറഞ്ഞു തരും ബിന്യാൻഡി. മധുവങ്കിള് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മോളുടെ സൗണ്ട് അടിപൊളി സൗണ്ടാണ്, പിന്നെ നല്ലോണം ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. അങ്ങനെ റിമി ആൻഡി എന്ന് വെച്ച് കഴിഞ്ഞാ ഭയങ്കര കോമഡിയാ. എന്ത് പറയും?
പിന്നെ എന്റെ എല്ലാ കമന്റ്സിലും വരുന്നുണ്ട് റിമി ആന്റി എന്നെ പോലെ തന്നെയാവുള്ളത്. അല്ലെങ്കിലും പല പെർഫോമൻസ് കാണുമ്പോ ഞങ്ങക്ക് തോന്നാറുണ്ട്. എം ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഒരു തെറ്റുണ്ടെങ്കിലും അത് നമ്മളെ തിരുത്തി പാടിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. സ്റ്റേജിൽ നിർത്തിയാണെങ്കിലും പാടിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. എല്ലാം കറക്റ്റ് പഠിപ്പിച്ച് നമ്മളെ പഠിപ്പിച്ചു തരും. ഓക്കെ ഓക്കെ. പിന്നെ നമ്മുടെ മീനാക്ഷി ചേച്ചി ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഭയങ്കര ജോളിയാ. എവിടെ കണ്ടാലും ഹായ് പറഞ്ഞ ഭയങ്കര ജോളിയാണോ? ഓക്കെ ഓക്കെ. ഇപ്പം കുഞ്ചിപ്പെട്ട നമ്മുടെ ടോപ്പ് സിംഗറിൽ കുറേ പാട്ട് പാടിയിട്ടുണ്ടല്ലോ. ഏറ്റവും ടെൻഷൻ അടിച്ച് പാട്ട് പാടിയത്? ഈ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഏതാ? അറിവിൻ നിലാവേ എന്നുള്ള പാട്ടൊക്കെ. അറിവിൻ നിലാവേ പാട്ടൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്നോ? അപ്പൊ ആരാ കൂടെ സപ്പോർട്ടിന് നിക്കുന്നേ? അങ്ങനെയൊന്നുമില്ല, ഭയങ്കരമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തായിരുന്നില്ലേ? ഇപ്പൊ ടെൻഷൻ ഒന്നും അടിക്കണ്ട. പാരന്റ്സും ഗ്രൂമേഴ്സും ആണ് അവര് നിന്നോളൂ അല്ലേ? ഓക്കെ. ലൈഫിൽ ആരാവണം ആഗ്രഹം? ലൈഫില് എനിക്ക് പ്ലേബാക്ക് സിംഗർ ആവണമെന്നാ. ഏതെങ്കിലും ഓഫേഴ്സ് വന്നിട്ടുണ്ടോ? ഓഫേഴ്സ് ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. അതെന്നോട് പറഞ്ഞായിരുന്നു, കൊറേ പ്രോഗ്രാം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. നാട്ടിലും ഒക്കെ ആരാ ഏറ്റവും കൂടുതൽ കൊച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന? ആരാ നാട്ടില്? എന്റെ വീട്ടുകാര് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു സോങ് ഇപ്പൊ എടുക്കാന്നൊക്കെ ആരാ പറയുന്നേ കൊച്ചിനോട്? ഈ സോങ് എടുത്താ നീ പാടിയാ നല്ലതായിരിക്കും. അമ്മയാണോ അച്ഛനാണോ? ആരാ പറയുന്നേ? അമ്മയും അച്ഛന് ഇഷ്ടമുള്ള കുറെ പാട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പറയും ഈ പാട്ട് പാടിയ നല്ല ഭംഗിയുണ്ടാവും, ഇതൊന്ന് കൊടുത്തു നോക്ക് എന്നൊക്കെ പറയും. അമ്മയ്ക്കും അങ്ങനെ തന്നെ പറയും. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ടില് കൊടുത്തു നോക്കാൻ പറയും. ആണോ? അപ്പം ഈ കൂടെ ഇരുന്ന അമ്മയും അച്ഛനാണോ പഠിപ്പിക്കുന്ന പാട്ടൊക്കെ ലിറിക്സ് ഒക്കെ? ലിറിക്സ് അമ്മ തന്നെ പഠിപ്പിക്കാറ്. ലിറിക്സ് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ബാക്കി സംഗതികളും അതിന്റെ താളവും എല്ലാം ഞാനും ഗ്രൂമേഴ്സും സെറ്റ് ചെയ്തെടുക്കും. ഓക്കെ. ഏറ്റവും കഷ്ടപ്പെട്ട് പാടിയ പാട്ട് ഏതാ? കഷ്ടപ്പെട്ട് പാടിയത് ഫിനാലയ്ക്ക് പാടിയ ഒരു പാട്ടുണ്ട്. ഏതായിരുന്നു? 2 എണ്ണം ഉണ്ട്. മറ്റേ ഈ പാട്ട് അങ്ങകലെ എരുതിക്കടലിൽ നിന്ന്, ആ പാട്ടും പിന്നെ ശ്രീലതികകളും. ഇനി ശ്രീലതികളൊന്ന് പാടിത്തരും. ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാ കിളിമകളേ തേൻ കുളിർമൊഴിയേ ഹരിയൊരിയോ ഞാൻ അതിലിരുന്നാടോ കനകലിപികളിൽ എഴുതിയ കവിത തനഴകെഴും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാ കിളിമകളേ തേൻ കുളിർമൊഴിയേ ഹരിയൊരിയോ ഞാൻ അതിലിരുന്നാടോ കനകലിപികളിൽ എഴുതിയ കവിത തനഴകെഴും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. താങ്ക് യു. ഏതെങ്കിലും സോങ് പാടിയപ്പോ തെറ്റിപ്പോയിട്ടുണ്ടോ? ഒരു പാട്ട് തെറ്റിപ്പോയിട്ടുണ്ട്. പെർഫോമൻസിൽ വെച്ചിട്ട് റിഹേഴ്സലിന്റെ സമയത്ത് പെർഫോമൻസിൽ വെച്ച് തെറ്റിപ്പോയിട്ടുണ്ട്. ശിശിരമാസ സന്ധ്യ പാട്ട് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പൊ സങ്കടം തോന്നിയാ? ജഡ്ജസ് എന്ത് പറഞ്ഞു? ജഡ്ജസ് പറഞ്ഞ അടുത്തേല് 100 മേടിക്കണം, നല്ലോണം പാടണം എന്നൊക്കെ. പക്ഷെ ഭാഗ്യത്തിന് പിന്നത്തെ പാട്ടിൽ എനിക്ക് 99 മാർക്ക് ഉണ്ടായിരുന്നു. ആണോ? അപ്പൊ അവിടെ ടോപ്പ് സിംഗറിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ആരാ? കുഞ്ചിയുടെ അടുത്ത്? എന്റെ അടുത്തോ? ദേവൻ. നിങ്ങൾ വഴക്ക് ചെയ്തിട്ടാണ്? വഴക്കൂടിയാണോ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടപ്പോ? നേതൃത്വത്തിന് വീട്ടിൽ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. ഇനിയിപ്പോ ലാസ്റ്റ് നിങ്ങൾ എപ്പോഴാ കണ്ടേ? ലാസ്റ്റ് നമ്മൾ അന്നൊരു ഇന്റർവ്യൂ. ഓക്കെ. അതിലാണ് നിങ്ങൾ ലാസ്റ്റ് കണ്ടേ അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഇപ്പം ടോപ്പ് സിംഗറിൽ കുറെ നിങ്ങളുടെ കൂടെയുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, അവരുടെ കൂടെ ആരുടെ കൂടെ പാടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എല്ലാവരുടെ പാടാൻ. ഒരാളുടെ പേര് പറ. കൊറേ പേരുടെ കൂടെ ഡ്യുവറ്റ് പാടിയിട്ടുണ്ട്, ചേച്ചിമാരുടെ കൂടെ ഒക്കെ പാടി കണ്ടിട്ടുണ്ട്. നീ കുഞ്ചു പാടിയ മറ്റേ മിന്നലെ ഒക്കെ ഭയങ്കര ഇഷ്ടം. മിന്നലേ താഴെ വരൂ, നല്ല രസമായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട സിംഗർ ആരാ? ചിത്രമ്മയാണോ? ചിത്രമ്മേനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ചിത്രമ്മേനെ നേരിട്ട് കണ്ടിട്ടില്ല.
കാണാൻ ആഗ്രഹമില്ലേ? ആ ഉണ്ട്. എപ്പോഴേലും കാണാൻ പറ്റൂ കേട്ടാ. എന്താണേലും അർജിത് കുട്ടി ആ ഒരു ഇതിലാണല്ലോ, ഉറപ്പായിട്ടും എപ്പോഴേലും എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റും കേട്ടോ. MJ എപ്പോഴും മറ്റേ അടിപ്പൂക്കുറ്റി എന്ന് പറയത്തില്ലേ? അത് എപ്പോഴൊക്കെയാ പറയുന്നേ? അത് നമ്മള് നല്ലോണം പാടി കഴിഞ്ഞാൽ നല്ല പവറില് പറയും. പവറിൽ പറയൂ. കുഞ്ചിക്ക് എത്ര പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്? എനിക്കോ? എനിക്ക് എല്ലാ എപ്പിസോഡിലും എംജങ്ങള് പൂക്കുറ്റി പറയും. പക്ഷെ അതിന് നല്ല പവർ വേണമെങ്കിൽ 99-100 അതൊരു 10-14 പാട്ടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കാര്യം പറയട്ടെ. വളരെ സിമ്പിൾ ആയിട്ടേ ചേച്ചിക്ക് ഒരു സംഗതി പഠിപ്പിച്ചു തരും. എന്തെങ്കിലും ഒരു സോങ്ങിന്റെ ഭയങ്കര സിമ്പിൾ ആയിട്ടോ. എനിക്ക് പാടാനൊന്നും അറിയത്തില്ല. ഭയങ്കര സിമ്പിളാണ്. ഭയങ്കര സിമ്പിളാണ്. അറിവിന്നിലാവേ സോറി, ഭയങ്കര ടഫാണോ? ലൈൻ കട്ട്. ഭയങ്കര ടഫാണോ? നീ മറ്റു വേറെ ലെവലാ ചിന്തിക്കുന്ന. ഞങ്ങളൊക്കെ ഇവിടെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സരിഗമയാക്കിയാലോ? ഓക്കെ. അത് പാടും. അത് പാടിയാ മതിയെന്ന്. വളരെ സിമ്പിൾ ആയിരിക്കുന്നു. സംഗതി അല്ല. അത് കുഴപ്പമില്ല. എന്റെ കൂടെ പാടുവോ? ഒന്നുകൂടെ കൂടെ പാടുവോ? ഓക്കെ. സരിഗമ പധനിസ സാനിധ മഗരിസ. അടിവെക്കിട്ടേ. ചേച്ചിക്ക് പാടാനൊന്നല്ല, ചേച്ചി ചെറുതായിട്ട്. പക്ഷെ ചേച്ചിക്ക് നല്ലോണം പാടുന്നുണ്ടല്ലോ. ഇല്ല, നമുക്കൊരു പാട്ടും കൂടി പാടി നിർത്തിയാലോ? ഒരു പാട്ടും കൂടി. ലാസ്റ്റ് ഞാനും കൂടെ കൂടാം. ഏത് പാട്ട് പാടണേ? ഞാനും കൂടെ കൂടാം. തെങ്കാശി പട്ടണത്തിലെ പാട്ട് പാടിയാലോ? ഓക്കെ. കുരയ്ക്കുന്നു ഞാൻ കരൾ തമ്പുരു കണിത്തന്ത്രയിൽ മിടിക്കുന്നു രാഗം അകമലരിതളിനിയനുരാഗം നിറമിഴീണയിലെ മൃദുരാഗം ഇതു മനസ്സു നിറഞ്ഞു പകർന്നു തരുമൊരു കിനാവിൽ തുളുമ്പും തരംഗം പച്ചപ്പ വിഴ വർണ്ണക്കുട നിവരും ആവണിത്തിരുവിഴ ചെല്ലത്തമിഴിലൻപുത്തിരയുണരുമായിരം പുതുനിറം എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി കുറി ചൊല്ലുന്ന മലത്തേൻ കിളി എന്റെ കരളിന്റെ കഥ കേൾക്കുമോ കന്നിക്കുറി മാനം അവനേകുമോ അവനില്ലാതെ ഞാനില്ല എന്നെന്റെ കണ്ണന്റെ കാതിൽ നീ ചൊല്ലുമോ പരിഭവം പറയുമോ. ഓക്കെ, അപ്പോ അർജിത് കുട്ടി വിചാരിക്കുന്ന എല്ലാ, അതായത് വലിയൊരു പ്ലേബാക്ക് സിംഗർ ആയിട്ട് മാറാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ വക. താങ്ക് യു സോ മച്ച്. Krishna Leela, Joy Alucas, world's favorite jeweler.